നമസ്കാരം. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ഗുരുതരമായ പ്രതിസന്ധികളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ ജൂൺ 6 ശനിയാഴ്ച ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമാധാനപരമായ ധർണ നടത്തും. നിലവിൽ അമേരിക്കയിലെ ബോസ്റ്റണിലുള്ള അദ്ദേഹം വരാനിരിക്കുന്ന ശനിയാഴ്ച ഡൽഹിയിൽ ഇറങ്ങിയ ശേഷം നേരിട്ട് പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിച്ച ദീപ്കെ രാജ്യത്തെ ജനങ്ങളിലും യുവാക്കളിലും തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അവരുടെ പിന്തുണയോടെ ഈ പോരാട്ടം ദീർഘകാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വ്യക്തമാക്കി. തുടക്കത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള തീരുമാനത്തിൽ ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും നേരിടാൻ താൻ സന്നദ്ധനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മാസത്തിനുള്ളിൽ തങ്ങൾ രൂപീകരിച്ച ഈ യുവജന സമ്മർദ്ദ ഗ്രൂപ്പിന് രാജ്യത്തുടനീളം വലിയ പിന്തുണയും കൃത്യമായ ഒരു ഘടനയും കൈവന്നിട്ടുണ്ട്. നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ ഡൽഹിയിലേക്ക് സമാഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി പ്രതിഷേധത്തിനുള്ള അനുമതി തേടും. ഒരുപക്ഷെ പോലീസ് തന്നെ മാസങ്ങളോളം തടങ്കലിൽ വെച്ചേക്കാം. എന്നാൽ എന്ത് സംഭവിച്ചാലും അത് നേരിടാൻ താൻ മാനസികമായി തയ്യാറാണെന്നും അഭിജിത് ദീപ്കെ കൂട്ടിച്ചേർത്തു. പ്രശസ്ത കാലാവസ്ഥാ പ്രവർത്തകനും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായ സോനം വാങ്ചുക്കും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി ഏതെങ്കിലും വിദേശ ശക്തികളുടെ ഗൂഢാലോചനയാണോ അതോ ഇന്ത്യൻ യുവാക്കളുടെ യഥാർത്ഥ ശബ്ദമാണോ എന്ന് ബോധ്യപ്പെടുത്താൻ താൻ നേരത്തെ ആവശ്യപ്പെട്ടുന്നതായി വാങ്ചുക് ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ഇതിനെ തുടർന്ന് അഭിജിത് ദീപ്കെ താനുമായി ബന്ധപ്പെടുകയും തങ്ങളുടെ അടിത്തറയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. അവരുടെ സംഭാഷണത്തിൽ നിന്നും യുവാക്കൾക്ക് യാതൊരുവിധ സ്വാർത്ഥ താല്പര്യങ്ങളുമില്ലെന്നും രാജ്യത്തെ മെച്ചപ്പെടുത്താൻ അവർ വലിയ ത്യാഗത്തിന് മുതിരുകയാണെന്നും തനിക്ക് ബോധ്യപ്പെട്ടതായി വാങ്ചുക് വ്യക്തമാക്കി. ജൂൺ 5 വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ താനും ജൂൺ 6 ജന്തർ മന്ദറിലെ സമരത്തിൽ പങ്കുചേരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾക്കായി താൻ പോരാടുകയാണെന്നും എന്നാൽ വ്യവസ്ഥിതി മാറാത്തതിലുള്ള നിരാശയാണ് തന്നെ ഈ സമരത്തിലേക്ക് നയിക്കുന്നതെന്നും നമ്മളല്ലെങ്കിൽ പിന്നെ ആര്, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന മുദ്രാവാക്യമുയർത്തി യുവാക്കൾ ഒപ്പം നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയിലെ യുവതലമുറ നേരിടുന്ന തൊഴിലില്ലായ്മ, പരീക്ഷാ ക്രമക്കേടുകൾ, വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതികൾ എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്താൻ രൂപീകൃതമായ യുവജന ഗ്രൂപ്പാണ്, യൂത്ത് പ്രഷർ ഗ്രൂപ്പാണ് കോക്രോച്ച് ജനതാ പാർട്ടി. രാഷ്ട്രീയ വ്യവസ്ഥിതികളുടെയും ഭരണകൂടങ്ങളുടെയും അവഗണനകളെയും അടിച്ചമർത്തലുകളെയും അതിജീവിച്ച് നിലനിൽക്കാൻ ശേഷിയുള്ള പ്രാണിയായ കോക്രോച്ച് അഥവാ പാറ്റ എന്ന പ്രതീകാത്മകമായ പേരാണ് ഈ കൂട്ടായ്മ സ്വീകരിച്ചിരിക്കുന്നത്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും അവകാശങ്ങൾക്കായി അതിവേഗം ജനപിന്തുണ ആർജിച്ചുകൊണ്ട് ഒരു മാസത്തിൽ താഴെ മാത്രം പ്രായമുള്ള ഈ സംഘടന ഇന്ത്യയിലുടനീളം ശക്തമായ ഒരു ശൃംഖല ഇതിനകം കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലടക്കം 21 മില്യണിലധികം ഫോളോവേഴ്സാണ് പാർട്ടിക്കുള്ളത്. വിദേശ ഗൂഢാലോചനയുള്ള ഭാഗമല്ലെന്നും പൂർണ്ണമായും രാജ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ യുവാക്കളുടെ കൂട്ടായ്മയാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇപ്പോൾ സോനം വാങ്ചുക്കിനെ പോലുള്ള പ്രമുഖരുടെ പിന്തുണ തേടിയെത്തുന്നത്. നീറ്റ്, CUET, CBSE പരീക്ഷകളിലെ ചോർച്ചയും അപാകതകളും ഉയർത്തിക്കാട്ടി രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതാണ് സംഘടനയുടെ നിലവിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന്.